ഹലോ ഗൈസ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പൊ ഞാൻ ഇപ്പോൾ വന്നിട്ടുള്ളത് നമ്മളെ തൊട്ടടുത്തുള്ള കാഞ്ഞിരപ്പുഴ പാർക്കിലേക്കാണ്. നമുക്ക് അതിന്റെ വിശേഷങ്ങൾ കണ്ടാലോ. അപ്പോൾ ഗൈസ്, അകത്തേക്ക് കയറി വരുമ്പോൾ ഒരു ടോയ് ഷോപ്പ്, പിന്നെ അതേപോലെ ഒരു ആനയുടെ പ്രതിമ, പിന്നെ എന്താ പറയുക, നമ്മളെ വേണമെങ്കിൽ ഇരിക്കാനുള്ളൊരു സെറ്റപ്പ് ഒക്കെ ഉണ്ട്. പിന്നെ ഇവിടെ കാഞ്ഞിരപ്പുഴ വനശ്രീയുടെ ഇക്കോ ഷോപ്പ് ഉണ്ട് തൊട്ടടുത്തായിട്ട്. വർക്കിംഗ് ടൈമും കാര്യങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഷോപ്പ്. അപ്പോൾ ഇവിടെ നമുക്ക് വന്നിട്ട് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാം. പിന്നെ നമ്മളെ ഈ എൻട്രൻസിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഇവിടെ കുടിവെള്ളത്തിൻ്റെ സജ്ജീകരണമൊക്കെ, കുടിവെള്ളത്തിനായിട്ടുള്ള സജ്ജീകരണങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കൈസ് ഇവിടെ ഉദ്ഘാടനത്തിൻ്റെ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു പാത്തിലൂടെയാണ് നടക്കുക. അങ്ങനെ നടക്കുമ്പോൾ ആ ഒരു വലിയ മല കാണാം. അപ്പോൾ നമ്മൾ സൈഡിലൂടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നടക്കാനും അതുപോലെ ഇരിക്കാനും പാർക്കുകളും, പിന്നെ നേരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലഘുഭക്ഷണശാലയൊക്കെ ഉണ്ട്, നടക്കാം. പിന്നെ നമ്മൾ കുറച്ചങ്ങോട്ട് നടന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഇപ്പോൾ ഞാൻ കാണിച്ചു തരുന്നതല്ലേ, ഇതൊരു വെള്ളത്തിൻ്റെ വാട്ടർ ഫൗണ്ടെയിനൊക്കെ ഉള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ വാട്ടർ ഫൗണ്ടെയിൻ ഇപ്പോൾ വർക്കിംഗ് അല്ല. നമ്മളെ കാഞ്ഞിരപ്പുഴ പാർക്കിലേ മെയിനായിട്ട് ഇങ്ങനെ നടക്കാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. പിന്നെ നമുക്ക് ഫാമിലി ആയിട്ടോ അതുപോലെ ടൂറിനൊക്കെ വരുന്ന ആൾക്കാർക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാനും അങ്ങനെ ഇരിക്കാനൊക്കെ ഉള്ള സജ്ജീകരണങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. നമ്മളെ പാർക്കിൻ്റെ അകത്ത് ഏതൊരു ഫ്രെയിമിൽ നോക്കിക്കഴിഞ്ഞാലും ഈ ഒരു മല കാണും. അപ്പോൾ ഈ ഒരു മലയിൽ ഇങ്ങനെ നോക്കി നടക്കുമ്പോൾ നല്ലൊരു പ്രത്യേക വൈബാണ്. ഓക്കെ, അപ്പോൾ നമ്മളിനി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നടക്കുന്ന സമയത്ത് അവിടെ കുട്ടികളുടെ വാട്ടർ ഗെയിംസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ കുട്ടികളൊക്കെ അങ്ങനെ കളിക്കുന്നുണ്ട്. നമുക്ക് ഇനി അതൊന്ന് പോയി കണ്ടോക്കാം. അപ്പോൾ ഈ വാട്ടർ ഗെയിമിൻ്റെ അകത്തേക്ക് കയറാനുള്ള ഫീസായിട്ട് 20 രൂപയുണ്ട് അവിടെ ചാർജ് ചെയ്യേണ്ടത്. ഇപ്പോൾ അതിൻ്റെ അകത്തുള്ള ഗെയിമുകളൊക്കെ ഇവിടെ നിന്നാണ് ടിക്കറ്റ് എടുക്കേണ്ടത് കേട്ടോ. ഈ ഒരു ഏരിയയിൽ നിന്നാണ് ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ നേരെ ഇങ്ങനെയുള്ള വാട്ടർ ഗെയിംസ് അതുപോലെയുള്ള ഗെയിംസിനൊക്കെ പോയി കുട്ടികൾക്ക് ജോയിൻ ചെയ്യാം. പാർക്ക് പണ്ടൊക്കെ ആയിരുന്ന സമയത്ത് അത്ര വലിയ അപ്ഡേറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അപ്ഗ്രേഡ് ചെയ്ത സമയത്ത് ഒരുപാട് ശില്പങ്ങൾക്ക് പെയിൻ്റ് അടിക്കാനൊക്കെ മറന്നിട്ടുണ്ട്. അപ്പോൾ അതിലൊരു ശില്പമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഏരിയ ഉണ്ടോ, ഇതിപ്പോൾ ഞാൻ .5 എടുക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ ഈ ഒരു ഏരിയ നല്ലൊരു വൈബുണ്ട്. അത്യാവശ്യം നല്ലൊരു കാമാൻ ക്വയറ്റായിട്ടുള്ളൊരു ഏരിയ ആണ് നമ്മളെ പാർക്കിൻ്റെ ഈ ഒരു ഏരിയ. അപ്പോൾ ഗൈസ്, ഇവിടെ ഇരിക്കാനുള്ള സ്ഥലങ്ങളുണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ വലിയ എന്തെങ്കിലും പരിപാടികളൊക്കെ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നമ്മളെ കാണുന്ന ഇത് കണ്ടില്ലേ, സ്റ്റേജ്, അവിടെയാണ് പ്രോഗ്രാംസൊക്കെ ഉണ്ടാവുക. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മളിപ്പോൾ ഇങ്ങനെ ഇതിലൂടെ നടക്കുകയാണ്. ഇതിലൂടെ നടക്കുന്ന സമയത്ത് കുട്ടികളൊക്കെ അവിടെ അങ്ങനെ എൻജോയ് ചെയ്യുന്നുണ്ട്. ഞായറാഴ്ച ദിവസമായതുകൊണ്ടാണ് ഇത്ര തിരക്ക്, അല്ലെങ്കിൽ അങ്ങനെ തിരക്കൊന്നും ഉണ്ടാവാറില്ല. അപ്പോൾ കുട്ടികളൊക്കെ അവിടെ അങ്ങനെ എൻജോയ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ കുറച്ചും കണ്ട് സൈഡിലേക്ക് തിരിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ടോയ്ലറ്റ് ഉണ്ട്. ജെൻസിനും ലേഡീസിനൊക്കെ സെപ്പറേറ്റ് ആയിട്ടുള്ള ടോയ്ലറ്റും പിന്നെ അവിടെ അടുത്ത് ഇരിക്കാനുള്ള ഒരു സ്ഥലമൊക്കെ ഉണ്ട്. ഈ ഒരു കൂട്ടത്തിൻ്റെ ഇടയിൽ ഈ ഒരു പച്ച ചെടിയാണ്ടോ, ഇതിൻ്റെ പേരേക്ക് അറിയില്ല കേട്ടോ, അറിയുന്നത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ നിൽക്കണതാണ്, നല്ല വൈബുണ്ട്. അപ്പോൾ ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ തന്നെ നല്ലൊരു പണിയാണ്. അപ്പോൾ ഈ ഗാർഡന് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളുകൾക്ക് നല്ലൊരു ഷൗട്ട് ഔട്ട് കൊടുക്കണം എല്ലാവരും. അപ്പോൾ ഗൈസ്, ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത് കിഡ്സ് ഏരിയയിലേക്കാണ്, കിഡ്സ് പ്ലേയിങ് ഏരിയയിലേക്കാണ്. അപ്പോൾ ഒരുപാട് കുട്ടികൾ അവിടെ ഓരോരോ ഉപകരണങ്ങളിൽ കയറിയിട്ട് ഓരോരോ കളി കളിക്കുന്നുണ്ട്. ഓക്കെ, നമുക്കതൊന്ന് കണ്ടുവരാം. പിന്നെ നമ്മളിങ്ങനെ പാർക്കിലൂടെ നടന്ന് എൻജോയ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഫുഡ് സ്പോട്ട്സ് ഉണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കാം കേട്ടോ. സർബത്ത് അതുപോലെ മാങ്ങ ഉപ്പിലിട്ടത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ആണെങ്കിൽ നമുക്ക് ഇവിടെ വന്നിട്ട് കഴിക്കാം. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഡാമും അതുപോലെ പാർക്കും ഉണ്ടെന്ന്. അപ്പോൾ പാർക്കിലെ വിശേഷങ്ങളെല്ലാം നമ്മൾ കണ്ടു. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് കാഞ്ഞിരപ്പുഴ ഡാം. അപ്പോൾ അത് ഷട്ടർ ജസ്റ്റ് ഉയർത്തിയ സമയത്താണ് ഇപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്നത്.
ഇനി നമുക്ക് ഈ ഡാമിൻ്റെ മുകളിലേക്ക് പോകാനുള്ളൊരു പാത്ത് വേ ഉണ്ട്, നമുക്ക് അതുവഴി ഒന്ന് പോയി നോക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ കയറി പോണ ഈ ഒരു വഴിയല്ലാതെ വേറൊരു ഒറിജിനൽ വഴി കൂടെ ഉണ്ട്, അത് നമുക്ക് ഇറങ്ങുമ്പോൾ കാണാം. ഓക്കെ, അപ്പോൾ ഇനി മുകളിലെത്തിയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. അപ്പോൾ നമ്മൾ ആ സ്റ്റെപ്പുകളൊക്കെ കയറി വന്നു. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് കാഞ്ഞിരപ്പുഴ ഡാമിൻ്റെ മുകളിലത്തെ ഏരിയ. അപ്പോൾ നമുക്ക് അപ്പുറത്തെ സൈഡിൽ ഡാം കാണാം. ഓക്കെ, പിന്നെ ഈ ഒരു ഏരിയ കാഞ്ഞിരപ്പുഴയുടെ ബാക്ക് സൈഡാണ്. അപ്പോൾ അവിടെ നമ്മൾ ഇരുമ്പകച്ചോല എന്നാണ് പറയുക. നടന്നുകൊണ്ട് ഈ ഒരു സ്ഥലം കാണാനും ഈ ഒരു മല കാണാനും പിന്നെ അതേപോലെ നമ്മുടെ ഈ ആകാശം ഒരു പ്രത്യേക കളറിലാണ് കാണാൻ കഴിയുക. പിന്നെ ഇവിടുന്ന് കുറച്ച് നോക്കിക്കഴിഞ്ഞാൽ താഴത്ത് കുട്ടികൾ കളിക്കണതും ആ ഒരു ഏരിയ ഒക്കെ കാണാം. ഈ ഒരു ഷട്ടർ കൺട്രോൾ ചെയ്യണ കമ്പിയൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു ഏരിയ അല്ലേ, ഇവിടെ വന്നു കഴിഞ്ഞാൽ പ്രാവുകളെയൊക്കെ കാണാം. ഈ കാണുന്ന ലൈറ്റുകളൊക്കെ അല്ലേ, ഇതൊക്കെ വൈകുന്നേരം ഒരു 6, 6:30, 7 മണി ആ സമയത്ത്, ഒരു രാത്രിയാവുന്ന സമയത്ത് ഇട്ടോ. അപ്പോൾ നല്ല നൈസാവും കാണാൻ. അപ്പോൾ ഗൈസ് നമ്മൾ ഇങ്ങനെ ഡാമൊക്കെ നടന്ന് കണ്ട് വന്ന് കഴിയുമ്പോൾ ഇതാണ് ഡാമിൻ്റെ എൻഡ് പോയിൻ്റ്. അതിനപ്പുറത്തേക്ക് റെസ്ട്രിക്റ്റഡ് ആട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ അവിടെ കുട്ടികൾ ഫുട്ബോൾ കളിക്കുന്നുണ്ട്, അപ്പോൾ അതൊക്കെ ഇങ്ങനെ കാണാം. ഓക്കെ, പിന്നെ ഇവിടെ നിലത്ത് വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ വഴുക്കണതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക എല്ലാവരും. അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ ഡാമൊക്കെ കണ്ടു, പാർക്കും കണ്ടു. അപ്പോൾ ഇനി അടുത്ത പരിപാടി എന്താ നോക്കാം. ഞങ്ങൾ പേര് ഇറങ്ങുന്ന വഴിയിൽ ഇതാണ് ശരിക്കുള്ള എൻട്രൻസ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഇനി ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടി വ്ളോഗിൽ ഉൾപ്പെടുത്താം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡാമിൻ്റെ സൈഡ് ഭാഗത്തായിട്ട് ഇങ്ങനെ ചായ കുടിക്കാനും ഡാമിൻ്റെ ഭംഗി ആസ്വദിക്കാനുള്ള ഒരു സ്ഥലം കൂടി ഉണ്ട് ഗൈസ്.